ഓം നമ ശിവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ മൂന്നാമത്തെ അനുഭാഗം സഹമാനായ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ അനുഭാഗം ഒരു 9 മന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ മന്ത്രങ്ങൾ? ഇതിനു മുമ്പത്തെ മന്ത്രങ്ങൾ നമ്മളൊന്ന് ഓർക്കണം. ഭഗവാൻ പരമേശ്വരൻ പലതരത്തിലുള്ള കള്ളന്മാരെ, പല രീതിയിൽ മോഷണം നടത്തുന്നതായിട്ടുള്ള കള്ളന്മാർ, അവരുടെയൊക്കെ പതിയാണ് എന്ന് പറഞ്ഞൊരു നീണ്ട ലിസ്റ്റ് നമ്മൾ കണ്ടു. അത് അവരുടെയൊക്കെ പതിയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മന്ത്രങ്ങൾ, അവസാനം വരെയുള്ള മന്ത്രങ്ങൾ, ഈ ഭഗവാൻ വില്ലും അമ്പും വാളും ഒക്കെ ആയിട്ട് ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന്. അപ്പൊ ഇത്രയും ഭൂതഗണങ്ങളൊക്കെ ഭഗവാന്റെ ആജ്ഞാനുവർത്തികളായിട്ട് നമ്മളൊക്കെ രക്ഷിക്കാനായിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതുവരെ പലതരത്തിലുള്ള കള്ളന്മാർ നമ്മളെ ഉപദ്രവിക്കുന്നു, അവരുടെയൊക്കെ പതിയാണ് എന്ന് പറഞ്ഞു. ഇനി ഈ കള്ളന്മാരിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ് ഇനി കാണുന്നത്. അപ്പോൾ ഇവിടെ ഭൂതഗണങ്ങളോട് കൂടിയ ഭഗവാനാണ്. എന്താ ആദ്യത്തെ മന്ത്രം? നമ ഇഷുമദ്ഭ്യോ ധന്വാവിഭ്യശ്ചവോ നമാം വഹ എന്നാണ് കാണുന്നത്. നമ്മൾ ബഹുവചനായിട്ട് ഞങ്ങൾ നമസ്കരിക്കുകയാണ് ഭഗവാനെ. വില്ലും അമ്പും കയ്യിലേന്തിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഭൂതഗണങ്ങളോട് കൂടിയ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. നമ ആതന്വാനേഭ്യ പ്രതിദധാനേഭ്യശ്ചവോ നമാം. അപ്പോൾ ഈ വില്ലിങ്ങനെ തൊടുത്തങ്ങോട്ട് അമ്പ് അങ്ങോട്ട് ശരിക്കും തറയ്ക്കും ശത്രുവിൻ്റെ നേരെ പ്രയോഗിച്ചാൽ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെയുള്ള തയ്യാറായിട്ട് നിൽക്കുന്ന ആ രീതിയാണ്. പിന്നെയോ നമ ആയച്ഛദ്ഭ്യോ വിസർജദ്ഭ്യശ്ചവോ നമ. അതിങ്ങനെ ഞാനിങ്ങനെ വലിച്ച് അങ്ങോട്ട് നീട്ടി അമ്പ അങ്ങോട്ട് വിടുക. അങ്ങനെ തയ്യാറായി നിൽക്കുന്ന ആ ഭൂതഗണങ്ങളോടുകൂടിയ ഭഗവാനെ എവിടത്തേക്ക് നമസ്കാരം. നമോസ്യഭ്യോ വിദ്യഭ്യശ്ചവോ നമ. അസി കയ്യിൽ വാളുണ്ട്, വാള് അതും പ്രയോഗിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആരുടെ നേർക്കാണ് ഇതൊക്കെ പ്രയോഗിക്കുന്നത്? നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഒരു നീണ്ട നിരയിലുള്ള കള്ളന്മാരെ കാണിച്ചു. ആ മോഷണം ചെയ്യുന്ന, നമ്മളെ എല്ലാം മോഷ്ടിച്ച് നമ്മളെ കഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള അത്തരം ആൾക്കാരെയൊക്കെ നിഗ്രഹിക്കാൻ തയ്യാറായിട്ട് വിവിധങ്ങളായ ആയുധങ്ങൾ കയ്യിലേന്തിയ ഭൂതഗണങ്ങളോടുകൂടിയ ഭഗവാൻ ഇങ്ങനെ കാണുക. പിന്നെയോ നമ ആസീനേഭ്യ ശയാനേഭ്യശ്ചവോ നമ. ചിലർ ഇരിക്കുകയാണ് ഭൂതഗണങ്ങൾ, ചിലരോ കിടക്കുകയാണ്. ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് ഇത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. പലതരം വാനരന്മാർ ഭഗവാന്റെ സേവയ്ക്കായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഭൂതഗണങ്ങൾ ചിലർ വിശ്രമിക്കും, ചിലർ ഓടുകയാണ്. എന്താണ്? ആസീനേഭ്യ ശയാനേഭ്യശ്ചവോ നമ. നമ സ്വപദ്ഭ്യോ ജാഗ്രദ്ഭ്യശ്ചവോ നമ. ഉറക്കം എല്ലാം ഉപേക്ഷിച്ച് ജാഗരൂകരായിട്ട് വിജിലൻ്റായിട്ടിരിക്കുന്ന ഒരു കൂട്ടർ. പിന്നെയോ ഉറങ്ങുന്നൊരു കൂട്ടർ. എല്ലാം ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ, അവരുടെ ടേൺ കഴിഞ്ഞാൽ പിന്നെ ഷിഫ്റ്റൊക്കെ പോലെ പിന്നെ ഉണർന്ന് ഇരിക്കും മറ്റവർ. അപ്പം സ്വപദ്ഭ്യോ ജാഗ്രദ്ഭ്യശ്ചവോ നമ. പിന്നെയോ പിന്നെന്താണുള്ളത് പറഞ്ഞത്? നമസ്തിഷ്ഠഭ്യോ ധാവദ്ഭ്യശ്ചവോ നമ. നിൽക്കുന്നു, തയ്യാറായിട്ട് നിൽക്കുകയാണ് ചിലർ. ചിലർ ഓടുന്നു. ധാവദ്ഭ്യശ്ചവോ നമ. ഭഗവാന് നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട്, പലതരം ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ ഭൂതഗണങ്ങൾ ഓടും. ശത്രുക്കളെ ഓടിക്കുക, ആക്രമിക്കുക. അങ്ങനെ ധാവദ്ഭ്യശ്ചവോ നമ. പിന്നെയോ നമ സഭാഭ്യ സഭാപതിഭ്യശ്ചവോ നമ. ഒരു വലിയ അസംബ്ലി, വലിയ ഒരു സദസ്സാണ്. ആ സദസ്സിൽ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ദക്ഷിണാമൂർത്തി. ആ സദസ്സിൻ്റെ പതിയാണ് സഭാഭ്യ സഭാപതിഭ്യശ്ചവോ നമ. ആ സഭാഭ്യ സഭാപതിഭ്യശ്ചവോ നമ. ഈ സഭയുമാണ്, സഭയുടെ പതിയുമാണ്. പിന്നെയോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വെറും മെറ്റീരിയലിസ്റ്റിക് മാത്രമല്ല എന്ന് കാണിക്കുകയാണ്. എന്താണ്, ഒരു ഭൗതികമായിട്ടുള്ള വില്ലും അമ്പും യുദ്ധവും രക്ഷിക്കലും മാത്രമല്ല, പിന്നെ ആത്മീയമായിട്ടുള്ള പ്രഭാഷണങ്ങൾ മുതലായവ നടത്തുന്നു. ഉപദേശം ദക്ഷിണാമൂർത്തിയാണ്. ഉപദേശം വലിയ വലിയ ആത്മീയ കാര്യങ്ങൾ ഉപദേശിക്കുന്നു. അങ്ങനെ സർവവിദ്യാപതിയാണ്.
ആ മഹാദേവന് നമസ്കാരം. ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരവേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിനാം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സർവവിദ്യകളുടെയും അധിപനായിട്ടുള്ള ആ സഭാപതിയായിട്ടുള്ള മഹാദേവ, അവിടത്തേക്ക് നമസ്കാരം. ഞങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള കാര്യങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട്. ഭൗതികമായിട്ട് നമുക്ക് ധനധാന്യ സമൃദ്ധിം മേ ദേഹി ദദാവേ സ്വാഹ എന്ന് പറഞ്ഞില്ലേ. ഇപ്പം ധനം ധാന്യം ഒക്കെ വേണം. തന്നെയല്ല, വെറും ഉണ്ടും മുറുകിയാൽ മാത്രം പോരാ, ആത്മീയമായ ഉയർച്ചയും വേണം. ആ ആർട്ട് ഓഫ് ലിവിങ്, അതിൻ്റെ പ്രധാനം എന്താണ്? അത് കോൺടെംപ്ലേഷൻ, നമ്മൾ ധ്യാനം, ആധ്യാത്മികമായിട്ടുള്ള അറിവ് വേണം. അപ്പം അത് തരുന്ന അവിടത്തേക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം ഈ ചുരുക്കമായിട്ടുള്ള ഈ 9 മന്ത്രങ്ങൾ ഞാൻ ഒന്ന് ഓടിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്തണം, സാമാന്യൊരർത്ഥം മനസ്സിലാക്കുക എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇത് വിസ്തരിച്ച് പറയാൻ പറ്റും, പക്ഷെ അങ്ങനെ പോയാൽ നമ്മൾ മെയ് 14 തീയതി ആകുമ്പോഴേക്കും ഭഗവത്ഗീതയുടെ അടുത്തേക്ക് എത്തില്ല. അപ്പം ഈ മൂന്നാമത്തെ അനുഭാഗം മുഴുവൻ നമസ്കരിക്കുന്നതാണ് ഭഗവാന്റെ വിവിധ രൂപങ്ങളെ, അല്ലെങ്കിൽ ഭഗവാനെ മാത്രമല്ല, അവസാനമാകുമ്പോൾ ഈ 9 മന്ത്രങ്ങൾ ഭഗവാന്റെ ഭൂതഗണങ്ങളെയും നമസ്കരിക്കുന്നു. അവരൊക്കെ ഭഗവാന് വേണ്ടിയിട്ട്, പിന്നെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടിയിട്ട് വാനരന്മാരെ തയ്യാറായി നിന്നമാതിരി ഇവർ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷണേ ജാഗരൂകാഹ, നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഊണും ഉറക്കും ഒക്കെ ഉപേക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഊണ് കഴിക്കുന്ന സമയമാണ്, ഇപ്പോൾ രക്ഷിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഊണ് കഴിക്കുകയാണവർ ഊണ് കഴിക്കട്ടെ, വിശ്രമിക്കുന്നവർ വിശ്രമിക്കട്ടെ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ് എല്ലാ സമയത്തും. 24 hours, ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, 24 hours സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഈ അത്യാഹിത വിഭാഗത്തിൽ ആശുപത്രിയിൽ എല്ലാ സമയത്തും രോഗിയെ നോക്കും, അത്യാഹിത വിഭാഗത്തിൽ. അതുപോലെ ഇവിടെ അത്യാഹിത വിഭാഗം പോലെ എപ്പോഴും നമ്മുടെയൊക്കെ രക്ഷയ്ക്കായിക്കൊണ്ട് തയ്യാറായിട്ട് നിൽക്കുന്ന മഹാദേവനും ഭൂതഗണങ്ങൾക്കും നമസ്കാരം. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, ശനിയുടെ ഈ ഉപദ്രവം, ശനിയുടെ മാറ്റം കൊണ്ട് വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു രക്ഷയാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് രക്ഷയാവുക എന്ന് ഒന്ന് വ്യക്തമാക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള വിഷമാണ് ഈ ശനിയുടെ മാറ്റം കൊണ്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ഗുണം ദോഷവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദോഷങ്ങളോ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ, വീഴ്ച അല്ലേ, അല്ലെങ്കിൽ ആശുപത്രി വാസം, ഇങ്ങനെ പലതും വരാം. ധനം നഷ്ടപ്പെട്ടു പോവുക അല്ലേ, പലതും നമ്മൾ ഒരുക്കി കൂട്ടി വെച്ചൊക്കെ കള്ളം കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ വരാം. അപ്പം നമ്മൾ നിസ്വരായി പോകും, നമ്മളെ പറ്റിക്കും ആൾക്കാർ. ചിലപ്പം നമ്മൾ ചിലപ്പോൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, വലിയ സ്വത്തിൻ്റെ ഉടമയായിരുന്നു, ഇപ്പോൾ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ല, ഒക്കെ പലരും അപഹരിച്ചു, പിന്നെ ഭൂനിയമം കൊണ്ടും പലതും കൊണ്ടും എല്ലാം നഷ്ടപ്പെട്ട് നിസ്വനായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, നേരിട്ട് അനുഭവം ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ പല രീതിയിലും വരിക. ആപത്കാലങ്ങളിൽ നമ്മളുടെ കഷ്ടപ്പാട്, ദുരിതം, അല്ലെങ്കിൽ നമ്മളുടെ വിനാശകാലത്ത്, കഷ്ടകാലത്ത് ഇതൊക്കെ സംഭവിക്കും. ഒരു വിഷമം, ഒരു ചെറിയൊരു വാഹനത്തിലൂടെ ഒരാളിങ്ങനെ പോവുക, സ്കൂട്ടറിൽ വളരെ ഒതുങ്ങി അടുത്ത ഭാഗത്തോട് ചേർത്ത് വലിയ വാഹനത്തിൽ തൊടാതെ പോവുക. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് ഇയാളെ തട്ടി. എന്താ ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിക്കുകയല്ല ചെയ്യുന്നത്, വളരെ ശ്രദ്ധിച്ച് ഓടിച്ച് പോവുക. ഇതൊന്നും തട്ടിച്ചു. ഇതിപ്പോൾ നമ്മുടെ കുറ്റമല്ല, പക്ഷെ നമുക്ക് ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ളൊരു ചാൻസ് വരുന്നു. അപ്പം ഇതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ ആരോടാ പറയല്ലേ? ആരോമലാകിയ മുകുന്ദൻ ഒരാളോടല്ലാതാരോടു ഞാൻ പറയും ഈ വക സങ്കടങ്ങൾ. നമ്മൾ ഈ ബുദ്ധിമുട്ട് നമ്മൾ ആരോടാ പറയുക? അപ്പം പറഞ്ഞാൽ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാരാ? ഈ മഹാദേവനാണ്. ഈ മഹാദേവനെ ഭജിച്ചോളൂ, പിന്നെ ഒരാൾക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. ബുദ്ധിമുട്ടിച്ചാലും ദ്രോഹിച്ചാലും ഉപദ്രവിച്ചാലും അതൊന്നും വല്ലാതെ നമ്മളെ ബാധിക്കാതെ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ ഈ ഈശ്വരനുണ്ട്. ഈ ഈശ്വരനെ സേവിക്കൂ എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. നമ്മളെല്ലാം നമസ്കരിക്കുന്നു. വാ, ഇപ്പോൾ നാരായണത്ത് കണ്ടില്ലേ, വിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവ ആശ്രയാമ. ഞങ്ങൾ തീരുമാനിച്ചു ഭഗവാനെ, ഈ ഭഗവാനെ ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വിശ്വപീഡാപഹത്യേ, ലോകത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഉപദ്രവങ്ങളും ഇല്ലാതാക്കുന്നതിനായിട്ട്. എല്ലാവരും സുഖമായിട്ട് ജീവിക്കട്ടെ. സർവേ ഭവന്തു സുഖിന.
സർവേ സന്തു നിരാമയാഹ. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ മന്ത്രങ്ങളൊക്കെ. അത് ഭഗവാന്റെ കാരുണ്യത്തിനായിട്ട് സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ.